ഹലോ. എന്താണെന്നറിയോ, ഇന്നലെ ഞാൻ അമ്പലത്തിൽ പോയപ്പം ഇട്ട വീഡിയോ കണ്ടിട്ട് ആരോ എൻ്റെ അടുത്ത് ചോദിച്ചു ഏതാ ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡ് ചോദിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്താൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങിക്കോട്ടല്ലേ. എൻ്റെ ആ ഒരു എൻ്റെ സ്കിൻ ടോണൊക്കെ ഉള്ള ആൾക്കാർക്ക് അതെനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അതെ. പിന്നെ എനിക്ക് ലിപ്സ്റ്റിക് ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എനിക്ക് ലിപ്പ് ഭയങ്കര ഡ്രൈ ആവും. എന്നിട്ട് നമ്മൾ ലിപ്സ്റ്റിക്ക് ഏതിട്ട് പോയി കഴിഞ്ഞാലും ഒരു മുറുക്കിയ ആൾക്കാരെ മാരത്തെ ചുണ്ടായിട്ട് പോവും. ഈ ലിപ്പിന് ഡ്രൈനെസ് വരാനുള്ളൊരു റീസൺ ഞാൻ കേട്ടത് വെള്ളത്തിൻ്റെ അളവ് കുറയുമ്പോഴാണ് ഇത്ര ഡ്രൈ ആവുക. അപ്പോൾ എനിക്ക് അങ്ങനെ ഉണ്ട് ചില സമയത്ത് അപ്പോൾ ലിപ് ബാം എന്തായാലും ഞാൻ യൂസ് ചെയ്യും. ഏതെങ്കിലും നിവ്യോ അല്ലെങ്കിൽ മെബിലൈൻ്റെയോ മറ്റേ ബേബി ലിപ്പോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടല്ലോ, അങ്ങനത്തെയൊക്കെ ലിപ് ബാമുകൾ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ ലിപ്സ്റ്റിക്ക് ഇടുക എന്നുള്ളതാണ്. അപ്പോൾ എനിക്കിങ്ങനെ ലിപ്സ്റ്റിക്കിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരാളായിരുന്നു. കണ്ണ് കഥകളിയാക്കുക എന്നുള്ളതായിരുന്നു. ഒരു എന്തെങ്കിലും ലിപ് ബാം യൂസ് ചെയ്തിട്ടാണ് പോവാറ് പൊതുവേ. പിന്നെ നമ്മൾ ഡാർക്ക് കളേഴ്സൊക്കെ വാങ്ങണ ഈ ഡാൻസിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ കുറേ കളറുകൾ വാങ്ങുക. അതന്നെ വാങ്ങുന്നത് എങ്ങനെയാണെന്നറിയോ, നമ്മളെ ഗൂഗിൾ പേ ഇല്ലേ, ഗൂഗിൾ പേക്ക് ഒരു സ്ക്രാച്ച് കാർഡ് വരുമല്ലോ, അതിൽ കാണാൻ ചിലപ്പോൾ ഭയങ്കര ഓഫർ. ഈ മൈഗ്ലാം, ജസ്റ്റ് ഹെർബ്സ് അങ്ങനത്തെ ഒക്കെ ബ്രാൻഡുകളുണ്ടല്ലോ, മോശമില്ലാത്ത ബ്രാൻഡുകളൊക്കെ തന്നെയാണ്. അപ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ ഓഫറുകൾ വരുമ്പം ഞാൻ വെറുതെ ഇങ്ങനെ 2 പാക്കിൻ്റെ ഒക്കെ ഉണ്ടാവും, അങ്ങനെ വാങ്ങി വെക്കുന്നതാണ്. അപ്പോൾ എനിക്കതൊന്നും അത്ര അങ്ങോട്ട് ശരിയാവാറില്ല. എപ്പോഴും ഒരു ഡ്രൈനെസ് വരേണ്ട, എന്നാലും തമ്മിൽ കുറേ ഭേദമായിട്ട് കാണാറുമുണ്ട്. എന്നാലും ഞാനിങ്ങനെ ഒരു ദുഃഖം പറയാറുണ്ട്. അപ്പം ഞാനൊരു ദുഃഖം രാജുവിൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, എനിക്ക് മാത്രം ലിപ്സ്റ്റിക്ക് ഇല്ല. ചിലപ്പോൾ നമ്മൾ ഈ ഡാൻസിനൊക്കെ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പം എല്ലാം പെർഫെക്റ്റായിട്ട് ഒരുങ്ങുമ്പം ലിപ്സ്റ്റിക്ക് മോശമായി ഒരു കുറവ് പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അതായത് നമുക്കൊരു ഫിനിഷിങ് ഇല്ലാത്ത പോലെ ഫീൽ ചെയ്തിട്ടുണ്ട്. എൻ്റെ കാര്യം കേട്ടോ ഞാൻ പറയണത്. അപ്പോൾ ഞാൻ ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറയും, അപ്പോഴത്തേക്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഇത് പോവുകയോ അല്ലെങ്കിൽ ഡ്രൈ ആവേ ഒക്കെ കൂടെ ഒരു എന്തൊക്കെയോ പോലെ ആയിട്ടൊരു സുഖം ഉണ്ടാവില്ല. നമുക്ക് ആൾക്കാരുടെ മുഖത്തേക്ക് നോക്കിയിട്ട് ഒരു കോൺഫിഡൻസിൽ വർത്താനം പറയാനുള്ളൊരു തകരാറ് വരും ലിപ്സ്റ്റിക്കൊന്നും വൃത്തിയില്ലെങ്കിൽ. ഇതൊക്കെ ഞാൻ എൻ്റെ ഒരു ഫംഗ്ഷനൊക്കെ പോകുമ്പോഴുള്ള കാര്യം പറയുകയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവിടെ ആരായി ഇപ്പം പിന്നെ ലിപ്സ്റ്റിക് ആണല്ലോ ഒരു കോൺഫിഡൻറ്റ്, അങ്ങനെയൊന്നല്ല. നമ്മളിങ്ങനെ മേക്കപ്പ് ഒക്കെ ചെയ്ത് പോകുമ്പോഴുണ്ടാകുന്ന ഒരു തകരാറ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ അതും പോട്ടെ, ഒരു ഡാൻസൊക്കെ ചെയ്യുമ്പോൾ ഡാൻസ് കളിച്ച് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഐബ്രോസ്, കണ്ണ്, ലിപ്പ് അതൊക്കെ ഒരു അട്രാക്ഷൻ തന്നെയാണല്ലോ. നമ്മൾ ഡാൻസൊക്കെ ചെയ്യുമ്പം പെട്ടെന്ന് ആകർഷിക്കാൻ, അപ്പം അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ചുവന്ന ചുണ്ടൊക്കെ ആയിട്ട് പോകുന്നത്. അപ്പം അങ്ങനത്തെ കുറച്ച് ലിപ്സ്റ്റിക്കൊന്നും എനിക്ക് ശരിയാവുന്നേ ഇല്ല. അങ്ങനെ ഞാനൊരു ദിവസം രാജുവേട്ടൻ്റെ അടുത്ത് ഇങ്ങനെ ദുഃഖം പറഞ്ഞു, എനിക്ക് ലിപ്സ്റ്റിക്ക് കണ്ട് സെറ്റാവുന്നേ ഇല്ല. ഞങ്ങളിങ്ങനെ വെറുതെ ഓൺലൈനിലൊക്കെ വെറുതെ ഇരുന്ന് ഇങ്ങനെ നോക്കി, രാജുവേട്ടപ്പൻ്റെ കൂടെ ഇങ്ങനെ നല്ല ലിപ്സ്റ്റിക്ക് നോക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഭയങ്കര വില. അത്ര വിലേൻ്റെ ഒന്നും എനിക്ക് വേണമെന്നില്ല, ആഗ്രഹമില്ല. സാധാരണ ഏതെങ്കിലും ഒരു മോശമില്ലാത്ത, അതായത് ചുണ്ടിന് തകരാറ് വരാൻ പാടില്ല, കറുത്തൊന്നും പോകാൻ പാടില്ല, അത്രയ്ക്കേ ഉള്ളൂ. അതായത് വളരെ ലോക്കൽ വാങ്ങരുത്. അത്യാവശ്യം മോശമില്ലാത്ത ബ്രാൻഡൊക്കെ നമുക്ക് വാങ്ങാമല്ലോ. അങ്ങനെയൊക്കെ ഞാനിങ്ങനെ വിചാരിച്ച് തപ്പിയപ്പോഴും എനിക്ക് ശരിയാവുന്നില്ല. എനിക്കൊരു ടെൻഷൻ വാങ്ങാൻ, കാരണം കളറ് പിന്നെ ഈ പറഞ്ഞ മാതിരി ഡ്രൈ ആവുമോ, നമ്മൾ ടെസ്റ്റ് ചെയ്യാതെ വാങ്ങിയിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ ഞാൻ കഷ്ടപ്പാടും ദാരിദ്ര്യവും പ്രാരാബ്ദവും ലിപ്സ്റ്റിക്കിനെ കുറിച്ച് രാജുവേട്ടൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ രാജുവേട്ടൻ, ഞങ്ങളില്ലേ പിന്നെ സൂപ്പർ സ്റ്റോക്കിസ്റ്റാണ് മെബിലൈൻ്റെ, രാജുവേട്ടൻ പിറ്റേന്ന് വരുമ്പോൾ എനിക്ക് 2 ലിപ്സ്റ്റിക്ക് കൊണ്ടു തന്നു, ലിക്വിഡ് ലിപ്സ്റ്റിക്ക് കൊണ്ടു തന്നു. നല്ല കളർ കേട്ടോ, നല്ല രസമുള്ള കളേഴ്സാണ് കൊണ്ടു തന്നത്. ഞാൻ കാണിച്ചു തരാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതായിരുന്നു ഞാൻ ഇന്നലെ ഇട്ട് പോയത്. അത് ചോദിച്ചുവല്ലോ, പക്ഷേ എനിക്ക് ഡ്രൈ ഒന്നും അങ്ങനെ ആവുന്നില്ല, ഫിനിഷിംഗ് ഉണ്ട്. ഞാനത് അല്ലെങ്കിലല്ലേ ഞാൻ കുറച്ച് നേരം ഒരു 3/4 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും ചുണ്ടിൻ്റെ മുകളിൽ നിന്ന് പോയി ഡ്രൈ ആയി അങ്ങനെ കളി കളിച്ച് ഒരു സുഖം ഉണ്ടാവില്ലേ നമുക്ക്. പക്ഷേ ഇതിനെനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ലിപ് ബാം യൂസ് ചെയ്തതിന് ശേഷം ഈ ലിക്വിഡ് ഇടുക. അങ്ങനെ 2 ഷെയ്ഡ് കൊണ്ട് നല്ല കളർ കേട്ടോ. രാജോടെ പോയി സെലക്ട് ചെയ്തത്, എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല സുന്ദരി കളർ. ഇതിൻ്റെ കളറിൻ്റെ പേര് ചോദിച്ചാൽ ഇതിൽ പേര് കാണുന്നില്ല. കാരണം എന്താ, ഞാൻ അതിൻ്റെ ആ ഒരു പൗച്ചൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞു അപ്പം തന്നെ. എനിക്ക് അങ്ങനെയൊന്നും ഇല്ല കൂട്ടരെ. ഞാൻ അങ്ങോട്ട് ചോദിക്കുമ്പോഴാണോ ആരെങ്കിലും ഇത് ഏതാ ഷെയ്ഡ് ചോദിക്കുമ്പോഴേക്കും ഞാൻ ഏതാ അപ്പം അത് എന്നുള്ളത് ചിന്തിക്കുക, അതൊന്നും ശ്രദ്ധിക്കുകയേ ഉണ്ടാവില്ല. ഇപ്പോൾ ഇതെന്താണെന്നറിയോ, മെബിലൈൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ് പറഞ്ഞിട്ടുള്ള ഇതാണ്. ഈ രണ്ടും അതാണ്. ഇതിൻ്റെ ഷെയ്ഡ് കളർ നമ്പർ പറഞ്ഞാൽ പോരെ, ഒന്ന് 11ഉം ഒന്ന് 08ഉം ആണ്. ഇത് രണ്ടുമാണ് ഞാൻ ഇട്ടത്. ഭയങ്കര ഇഷ്ടപ്പെട്ടു. അല്ല, ഇന്നലെ ഞാൻ ഇട്ടത് ഇതാണ്. ഏതാണെന്നറിയാമോ, ഞാൻ ഇട്ടത് 08 ആണ് ഇന്നലെ ഞാൻ യൂസ് ചെയ്തത്. ഇത് സെൻസേഷണൽ ലിക്വിഡ് മേറ്റ് കേട്ടോ, മെബിലൈൻ്റെ. നല്ലത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഞാൻ പൊതുവേ അങ്ങനെ ഒരു സാറ്റിസ്ഫൈഡ് ആവാറില്ല ഞാൻ പൊതുവേ. പക്ഷേ എന്താണെന്നറിയില്ല, ഇതിനെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കാണിച്ചു തരാം. എനിക്ക് അങ്ങനെയൊന്നും അറിയില്ല കേട്ടോ. ഞാൻ അങ്ങോട്ടൊരു വര വരച്ച് പോവുകയാണ്.
നല്ല കളറാണ്, പക്ഷേ സുന്ദരി കളറാണ്. പിന്നെ ഞാൻ ലിപ് ബാം ഇട്ടിട്ടാട്ടോ അത് യൂസ് ചെയ്തത്. അപ്പോൾ ലിപ് ബാമിൻ്റെത് എനിക്ക് തോന്നുന്നു നിങ്ങൾ ഈ ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുന്നതിന് മുന്നേ ഒരു പിങ്ക് കളർ ഉണ്ട് എൻ്റെ ചുണ്ടല്ലേ, അതെന്താണെന്നറിയോ, ഞാൻ ഈ ലിപ്സ്റ്റിക്കിൻ്റെ മേലെയൊക്കെ ഇടയ്ക്ക് ലിപ് ബാമൊക്കെ ഡ്രൈ ആകുമ്പോൾ അതൊക്കെ ആ ലിപ് ബാമിൽ പറ്റി പിടിക്കും. എന്നിട്ട് ഞാൻ ലിപ് ബാം ഒറ്റയ്ക്ക് വരയ്ക്കുമ്പോഴും ചെറിയൊരു ഇളം ചൂടും ഒരു ഇളം കളറിലൊക്കെ അങ്ങനെ കാണുന്ന. പക്ഷേ ഇതാണ് അതിൻ്റെ കറക്റ്റ് കളറാണിത്. സുന്ദരി കളറല്ലേ, നല്ല കളറാട്ടോ. ഇത് 08 ആണ്. ഇത്രേ ഇടണ്ടുള്ളൂ, ഒരൊറ്റ ഇതിൽ എനിക്ക് ഇത്രയൊക്കെ ആവശ്യമുള്ളൂ. ഇത് വേണമെങ്കിൽ കട്ടി കൂട്ടാം, കട്ടി കുറയ്ക്കാം, എങ്ങനെ വേണമെങ്കിലും ഇടാം. പക്ഷേ എനിക്ക് ഇത്ര മതി, എനിക്കിതാണ് ഇഷ്ടം. ഇത് 08 ആണ്, 08. നീ അടുത്ത ഷെയ്ഡ് കാണി, അത് ഇങ്ങനെ കുത്തിയുണ്ട്, എനിക്കിത് കൈ പിടിച്ചിട്ടൊന്നും വർത്താനം പറയാൻ പറ്റുന്നില്ല. പിന്നെ അടുത്ത ഷെയ്ഡ് കാണിക്കുന്നത് നമ്മൾ കളയണമല്ലോ. അപ്പോൾ ഇല്ലേ നിങ്ങൾക്ക്, എനിക്ക് ഇതേപോലെ തന്നെ രാജോടൻ കൊണ്ടു തന്നാട്ടോ. ഇതിലൊക്കെ പുതിയ സംഭവങ്ങളൊക്കെ വരുമ്പോൾ രാജോടൻ എനിക്ക് കൊണ്ടു തരാറുണ്ട്. ഇവിടുന്ന് ഞങ്ങൾക്ക് മാമാർത്ത് ഉണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇതിൻ്റെ മുന്നേ. മാമാർത്ത്, മിനിമലിസ്റ്റ്, മെബിലൈൻ, VIP സൂട്ട് കേസുകൾ, പിന്നെ വി സ്റ്റാർ, ഇതിൻ്റെയൊക്കെ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്. കുറേ ബ്രാൻഡുകൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം മാമാർത്തിൻ്റെ മേക്കപ്പ് റിമൂവറിൻ്റെ ഒരു ഇത് കൊണ്ടു തന്നു എനിക്ക്, വൈബ്സ്. പൊളി സാധനം, ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതൊന്ന് യൂസ് ചെയ്ത് നോക്ക് പറഞ്ഞിട്ട് കൊണ്ടു തന്നാട്ടോ. ഫോർ ഐസ് ആൻഡ് ലിപ്സ് ആണത്. പക്ഷേ ഞാനിത് മുഖത്തൊക്കെ ഇങ്ങനെ തേച്ചിട്ട് കളയാറുണ്ട്. ഭയങ്കര ഹെവി മേക്കപ്പ് ഒന്നുമല്ല, നമുക്ക് കളയാണ്ടാവുക. എന്താ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കുള്ളത്, ഞാൻ ചെയ്യുന്നതൊന്നും നമ്മളെ സൺസ്ക്രീനും പിന്നെ ആ ഒരു വൈറ്റമിൻ സിൻ്റെ ഡെയിലി ഗ്ലോ, അതേ എൻ്റെ മുഖത്ത് ഉണ്ടാവുള്ളൂ. പിന്നെ കഥകളിയും പിന്നെ ചുണ്ടും മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഫോർ ഐസ് ആൻഡ് ലിപ്സ് ആണ് കേട്ടോ. മാമാർത്തിൻ്റെ ഈ ഒരു മേക്കപ്പ് റിമൂവർ അടിപൊളി സാധനം, എനിക്കിഷ്ടപ്പെട്ടു. ഇത് നമ്മളൊരു വൈബ്സ് ഇങ്ങനെ എടുക്കുന്നു. അപ്പോൾ അതും കൂടെ കാണിച്ചു തരാൻ വിചാരിച്ചു, ഏതായാലും ഒരു വഴിക്ക് പോകുമല്ലേ. നല്ല സാധനമാണ് കേട്ടോ. ഇതിന് റേറ്റ് എത്രയാണ് അറിയോ? 299 ആണ് ഇതിൻ്റെ റേറ്റ്. അപ്പോൾ രാജോട് എന്തായാലും എനിക്ക് കൊണ്ടു തന്നു. അപ്പോൾ ഇല്ലേ കൂട്ടരെ, ഇതൊരു വൈപ്സാണ്, വെറ്റ് ടിഷ്യൂ മേക്കപ്പ് റിമൂവർ. അപ്പോൾ കണ്ണും ചുണ്ടുമാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഞാൻ ഇത് മാറ്റിയിട്ട് നമുക്ക് രണ്ടാമത്തത് കോഡ് 11 ഇടണ്ടേ. കംപ്ലീറ്റ് പോകുന്നു കൂട്ടരെ. അങ്ങനെ തന്നെയല്ലേ എൻ്റെ ചുണ്ട്? എന്താ കളറില്ല കേട്ടോ, അത് ചുണ്ടന്നെയാന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് ക്യാമറേൻ്റെ തരാറാണോ എനിക്കറിയില്ല, ഇത്ര കളറില്ല എൻ്റെ ചുണ്ടിന്. ഇത് ചിലപ്പോൾ ക്യാമറേൻ്റെ തരാറായിരിക്കും, എനിക്കറിഞ്ഞൂടെ. ഇതിപ്പോൾ നമ്മൾ സാധാരണ ക്യാമറയിൽ തന്നെ ഞാൻ ചെയ്യണേ, ഫ്രണ്ട് ക്യാമറയാണെന്ന് മാത്രം. ഇത് പക്ഷേ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, ഈ വൈബ്സ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കണ്ടോ, ഇതിൽ കളറില്ല, അപ്പോൾ അതിൻ്റെ ചുണ്ട് തന്നെയാണ്. അപ്പോൾ 11 എവിടെ? ഇനി അടുത്ത 11 ഇതൊന്ന് ഇട്ട് നോക്കാം. ഇത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല, മറ്റേതായി ഞാൻ ഇട്ട് നോക്കിയത് കേട്ടോ. ഞാനിത് പൊളിച്ചു വെച്ചു എന്ന് മാത്രം. ഇന്നലെ മിഞ്ഞാന്ന് കൊണ്ടുവന്നിട്ടേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെയാണ് അത് യൂസ് ചെയ്യണം ആദ്യമായിട്ട്. ഇത് കുറച്ചും കൂടെ ഡാർക്ക് ഷെയ്ഡാണ്, നമ്പർ 11 കേട്ടോ. മെബിലൈൻ്റെ സെൻസേഷണൽ ലിക്വിഡ് മാറ്റ്. കൊള്ളാം. പിന്നെ ഇങ്ങനെ കൈ കൊണ്ടൊക്കെ മായ്ക്കും. ഇങ്ങനെയൊക്കെയാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നാവിലേരിക്കും ലിപ്സ്റ്റിക്കൊക്കെ ഇടുക. പക്ഷെ ഞാൻ ഇങ്ങനെയാണ് ഇടുക. ഇങ്ങനെയൊക്കെ പോരേ, ചിരിക്കുമ്പോൾ ഭംഗിയുണ്ടായി പോരെ. ഈ കളറ് നല്ലതല്ലേ, നല്ല കളറ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇതെന്താ അറിയോ, എൻ്റെ അനുഭവങ്ങളാണ്. ഇതങ്ങനെ അങ്ങോട്ട് ഡ്രൈ ആവുന്നില്ല. ഒന്ന്, അത് ലോങ് ലാസ്റ്റിംഗ് ആണ്, നല്ലോണം നിൽക്കുന്നുണ്ട് ചുണ്ടിൽ. രണ്ടാമത്തെ കാര്യം, നമുക്ക് ലിപ്സ്റ്റിക്ക് ഇട്ട ഫീലില്ല. അതായത് ചില സമയത്ത് നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടുമ്പോൾ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ടിട്ടുണ്ട് എന്നെങ്ങനെ അത് വരും, ആ ഒരു ഖനം അതില്ല. നമ്മൾ എന്താ പറയുക, ഓർമ്മ ഉണ്ടാവില്ലേ ലിപ്സ്റ്റിക്ക് ഇട്ടുണ്ടോ ഇല്ലേ, ആ ഒരു ഫീൽ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇത് നല്ല കളറല്ലേ, എനിക്കിഷ്ടപ്പെട്ടു. ഇത് രണ്ടും നല്ല സുന്ദരി കളറുകളാണ്. നിങ്ങൾ എൻ്റെ അതേ സ്കിന്നായിട്ടുള്ള ആൾക്കാർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ അടിപൊളി. ബൈ.